4 ദിവസങ്ങൾക്ക് മുമ്പാണ് അനിൽ ടോക്സിൽ പ്രിയങ്ക വരട്ടെ വയനാട് നിറയട്ടെ എന്ന തലക്കെട്ടിൽ പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിൽ ഇപ്പോൾ വരേണ്ടതെന്ന് കൃത്യവും വ്യക്തവുമായി പറഞ്ഞത്. ഇന്ന് കൂടിയാലോചനകൾക്ക് ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ മുഖത്ത് കണ്ട പുഞ്ചിരി രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുന്നതാണോ എന്ന് മാധ്യമപ്രവർത്തകർ ശങ്കിച്ചപ്പോൾ അതിനേക്കാൾ വയനാടിനെ വാഴ്ത്തപ്പെടുന്ന ഏറ്റവും മനോഹരമായ തീരുമാനമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമൊക്കെ പ്രഖ്യാപിച്ചത്. പ്രിയങ്ക ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിക്കും. എത്ര സ്നേഹത്തോടെയാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഏറ്റവും സ്നേഹോഷ്മളമായ നിറഞ്ഞ ഹൃദയത്തോടെയുള്ള പിന്തുണ വയനാട്ടുകാർ നൽകിയോ? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ പിന്തുണച്ചുവോ? തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സന്ദർഭത്തിൽ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകിയോ? ആ പിന്തുണയ്ക്കും സ്നേഹത്തിനും ആ വിജയത്തിനെയും ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും എന്നും എപ്പോഴും പ്രതിരൂപമായി പരസ്യമായി പ്രകടിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത തൻ്റെ സഹോദരിയെ വയനാടിന് നൽകുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. കന്നി മത്സരത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിക്കുമ്പോൾ താനും ഇടയ്ക്കിടെ ഇവിടെ എത്തുമെന്നും എന്തെല്ലാം വയനാട്ടിലെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തോ അത് അവസാന ശ്വാസം വരെ സൂക്ഷിക്കുമെന്നും ഇനി വയനാടിന് ഒരു ജനപ്രതിനിധിയല്ല 2 MPമാരുണ്ടാകുമെന്നും ഒന്ന് പോരാട്ടത്തിനെത്തുന്ന പ്രിയങ്കയും മറ്റൊന്ന് നിയമപരമായ ബാധ്യതയ്ക്ക് വേണ്ടി അവിടെ ഉപേക്ഷിച്ചു മടങ്ങുന്ന താനും എന്നാണ് പറഞ്ഞത്. ഉപേക്ഷിക്കുന്നത് നിയമപരമായ ബാധ്യത പൂർത്തിയാക്കാനാണെന്നും അതുകൊണ്ടാണ് അതിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കയ്ക്ക് വയനാട് മത്സരിക്കാനായി നിയോഗിക്കുന്നതെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതെ, ഇന്ന് ദക്ഷിണേന്ത്യയിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലവിൽ നിൽക്കുമ്പോൾ പാർലമെൻറ്റിനകത്ത് പ്രിയങ്ക ഗാന്ധിയെപ്പോലെ നിശ്ചയദാർഢ്യത്തോടെ പോരാടാൻ കേവലം ഒരച്ഛൻ്റെ മകളെന്ന മേൽവിലാസത്തിനപ്പുറത്ത് അല്ലെങ്കിൽ അമ്മുമ്മയുടെ പ്രതിച്ഛായ എന്ന രൂപസാദൃശ്യത്തിനപ്പുറത്ത് ശ്രദ്ധേയമായ നിലപാടുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും വേറിട്ട കർമ്മപഥത്തിൻ്റെ വിജയഗീതികൾ തീർത്താണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്കെത്തുന്നത്. ഹത്രാസിലും മറ്റു പല പീഡനങ്ങളിലുമൊക്കെ മുന്നിൽ നിന്ന് സംസാരിക്കുവാൻ, ഒപ്പം ഏതാണ്ട് 20 വർഷക്കാലമായി റായ്ബറേലിയിലും അമേഠിയിലും അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ തൻ്റെ അമ്മയെയും സഹോദരനെയും ഒക്കെ വേട്ടയാടുന്നത് കൂടാതെ അച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ പലതരത്തിലും അപമാനിക്കുമ്പോഴെല്ലാം നിശ്ചയദാർഢ്യത്തോടെ മറുപടി പറഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി മുന്നിൽ നിന്നത്. ഒരു വേള പലപ്പോഴും പലരും രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്കയ്ക്കായിരുന്നു നിശ്ചയദാർഢ്യമെന്നും അവരാണ് നയിക്കേണ്ടതെന്നും പോലും വാക്കുകൾ ഉണ്ടായെങ്കിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിയേക്കാൾ ബഹുദൂരം മുന്നിലെത്തി രാഹുൽ. സാധാരണ സഹോദരങ്ങളെപ്പോലെ അതിൻ്റെ പേരിൽ അസൂയയോ വിദ്വേഷമോ വെറുപ്പോ അവർക്കിടയിലില്ല. ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് തൻ്റെ സഹോദരൻ്റെ ഓരോ വിജയങ്ങളും അവർ എണ്ണി പറയുന്നത്. സഹോദരൻ ഉപയോഗിക്കുന്ന പദവികൾ ചാടിപ്പിടിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ ജ്യേഷ്ഠൻ്റെ നിഴലായി ഒപ്പം നിന്നാണ് കൂടെ സഞ്ചരിക്കുന്നത്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതും ഇരുവരും കൂടിയാലോചിച്ചാണ്. സാഹോദര്യ ബന്ധത്തിൻ്റെ മറ്റൊരധ്യായം കൂടി അവർക്കിടയിലുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ പരമ്പര ഈ പറയുന്നത് പോലെ ഈ രാജ്യത്തെ മനുഷ്യരെ, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട്, അവരാരെയും വെട്ടിമുറിക്കാനോ വിദ്വേഷിക്കാനോ പക തീർക്കാനോ പക പോക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടോ അതിനുവേണ്ടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. രാജീവ് ഗാന്ധിയുടെ രൂപവും നെഹ്റുവിൻ്റെ മതങ്ങളോടുള്ള നിലപാടും സോഷ്യലിസ്റ്റ് ആദർശങ്ങളും ആശയങ്ങളുമൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നതെങ്കിൽ അതേ രാജീവ് ഗാന്ധിയുടെ ആ മനോഹരമായ പുഞ്ചിരിയും ഒപ്പം മുത്തശ്ശിയുടെ ദൃഢനിശ്ചയവും രൂപസാദൃശ്യവുമൊക്കെയാണ് പ്രിയങ്ക ഗാന്ധിയെയും വേറിട്ടതാക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് നിലപാടുകളുടെ വിഷയത്തിൽ കൂടുതൽ കരുത്ത് കാട്ടിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി. വയനാട് നിറഞ്ഞ സ്നേഹത്തോടെ രാഹുലിന് നൽകിയ സ്നേഹത്തിനേക്കാൾ കൂടുതൽ മടക്കി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെ, വയനാടിനി എന്നും ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായി മാറുന്നു.
അതിൻ്റെ പുതുതലമുറക്കാരന് ഏറ്റവും പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് ഒപ്പം നിന്ന് കരുത്ത് കാട്ടിയതിന്, എല്ലാ വ്യാജ പ്രചരണങ്ങളെയും അതിജീവിച്ച് ഓരോ തവണയും ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന്, എല്ലാത്തരം ആക്ഷേപങ്ങളെയും പുച്ഛിച്ച് തള്ളി മുന്നോട്ട് നീങ്ങിയതിന്, അതെ, അതിനാണ് സ്വന്തം സഹോദരിയായ പ്രിയങ്കയെ വയനാട്ടിലേക്ക് നിയോഗിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഉചിതമായ തീരുമാനങ്ങളിലൊന്ന്. വയനാടിനേക്കാൾ പാർലമെൻറ്റിലാവും പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നത്.